ഹായ് ഗൈസ്, വെൽക്കം ടു വീലേൺ. ഈസി മാത്സിൻ്റെ സെക്കൻഡ് വീഡിയോ ആണ്. സാധാരണയായി നമുക്ക് പല കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിക്കുന്നൊരു ചോദ്യമാണ് 1 മുതൽ 100 വരെ അല്ലെങ്കിൽ 1 മുതൽ 500 വരെയുള്ള നമ്പേഴ്സിൻ്റെ തുക എത്രയാണ്. അപ്പോൾ ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് അരിത്മെറ്റിക് സീരീസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ വെച്ച് നമുക്ക് പഠിക്കുകയാണെങ്കിൽ SN ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു A+L എന്ന് നമുക്ക് പഠിക്കാം. പക്ഷേ നമുക്കൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാത്തിൻ്റെയും ഇക്വേഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ അവസാനമാകുന്ന സമയത്ത് നമ്മളിതിൽ പല ഇക്വേഷൻസും മറന്നു പോകും. അതിൽ n/2 n എന്താ, A+L A എന്താ, L എന്താ, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷൻസ് വരും. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഇതുപോലെയുള്ള വളരെ ചെറിയ ചെറിയ ചോദ്യങ്ങൾക്ക് നമുക്ക് ഇക്വേഷൻസ് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഉദാഹരണത്തിന് നമ്മുടെ ചോദ്യം ഇതാണ്, നമുക്ക് തന്നിട്ടുള്ള ചോദ്യം ഇതാണ്: 1 മുതൽ 100 വരെയുള്ള നമ്പേഴ്സിൻ്റെ തുക കാണും. അപ്പോൾ ഇതിനിങ്ങനെ ഓർത്തിരിക്കുക, ഇതിൻ്റെ തുക കാണുവാനായിട്ട് ഇതിൻ്റെ ആദ്യത്തെ നമ്പറിനെയും അവസാനത്തെ നമ്പറിനെയും തമ്മിൽ കൂട്ടിയിട്ട് മൊത്തത്തിൽ എത്ര നമ്പറുണ്ടോ അതിൻ്റെ പകുതി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരമായി. ബേസിക്കലി ഇത് തന്നെയല്ലേ നമ്മുടെ ഇക്വേഷൻ, ഇത് തന്നെയാണ് നമ്മുടെ ഇക്വേഷൻ. SN ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു A+L. അപ്പോൾ അതിനെ നമ്മൾ മാറ്റി പഠിക്കുന്നു. നമ്മളിങ്ങനെ ഇതിനെ പഠിക്കുന്നു: ഒരു സീരീസ് തന്നിട്ട് അതിൻ്റെ തുക കാണുവാനായി ആദ്യത്തെ നമ്പറിനെയും അവസാനത്തെ നമ്പറിനെയും തമ്മിൽ കൂട്ടിയിട്ട് മൊത്തത്തിൽ എത്ര നമ്പറുണ്ടോ അതിൻ്റെ പകുതി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് A എന്താണെന്ന് പഠിക്കേണ്ട, L എന്തെന്ന് പഠിക്കേണ്ട, N എന്തെന്ന് പഠിക്കേണ്ട, SN എന്തെന്ന് പഠിക്കേണ്ട. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് 1 ആണ്, അവസാനത്തെ നമ്പർ എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ 100 + 1 എന്ന് പറയുന്നത് 101. 101 ഇൻറ്റു എത്ര നമ്പറുണ്ട് നമുക്ക് മൊത്തത്തിൽ 100. അപ്പോൾ 100ൻ്റെ പകുതി എത്രയാണ്? 50. 101 ഇൻറ്റു 50. അപ്പോൾ നമുക്ക് എത്ര വരും? 100 ഇൻറ്റു 50 എന്ന് പറയുന്നത് 5000 ആണ്, പ്ലസ് 50. അപ്പോൾ എത്ര വരും? 5050 ആണ് നമ്മുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഇതുപോലെ തന്നെ അടുത്തൊരു ചോദ്യമാണ്: 5 മുതൽ 100 വരെയുള്ള നമ്പേഴ്സിൻ്റെ തുക എത്രയാണ്. 5 മുതൽ 100 വരെ എന്ന് പറയുന്ന സമയത്ത് ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് 5 ആണ്, അവസാനത്തെ നമ്പർ എന്ന് പറയുന്നത് 100 ആണ്. 5 + 100 എത്രയാണ്? 105. മൊത്തത്തിൽ നമുക്ക് എത്ര നമ്പേഴ്സ് ഉണ്ട്? 96 നമ്പേഴ്സാണ് 5 മുതൽ 100 വരെയുള്ളത്. അപ്പോൾ 96ൻ്റെ പകുതി എത്രയാണ്? 48 ആണ്. 48 ഇൻറ്റു 105 എത്ര വരും? 5040 വരും നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ചോദ്യം നമുക്ക് മറിച്ചും ചോദിക്കാം. ഉദാഹരണത്തിന് 100 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക എത്രയാണ്. അതിനും നമുക്ക് ഈ ഒരു ലോജിക്കോടെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ 100 വരെയുള്ള ഇരട്ട സംഖ്യകൾ എന്ന് പറയുമ്പോൾ 2, 4, 6 എത്ര വരെ പോകും? 100 വരെ പോകും. അപ്പോൾ അതിൽ ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് 2 ആണ്, അവസാനത്തെ നമ്പർ എന്ന് പറയുന്നത് 100 ആണ്. 2 + 100 എത്രയായി? 102 ആയി. 102 ഇൻറ്റു മൊത്തത്തിൽ നമുക്ക് എത്ര നമ്പേഴ്സ് ഉണ്ട്? ഇരട്ട സംഖ്യകളാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇതിനകത്ത് ഒറ്റ സംഖ്യകൾ പോകുമ്പോൾ പിന്നെ ആകെയുള്ളത് 50 നമ്പേഴ്സാണ്. അതിൻ്റെ പകുതി എത്രയാണ്? 25 ആണ്. 25 ഇൻറ്റു 102 നമ്മൾ ഉത്തരം എത്ര വരും? 2550 നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങൾക്ക് നിങ്ങൾ അതിൻ്റെ ഇക്വേഷൻ പഠിക്കാതെ അതിൻ്റെ പിറകിലുള്ള ലോജിക്ക് അതുപോലെ തന്നെ നിങ്ങൾ ഓർത്തിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇക്വേഷൻ പഠിക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരില്ല. അപ്പോൾ ഓക്കെ, നമ്മൾ ഈ ഒരു വീഡിയോ കൺക്ലൂഡ് ചെയ്യുവാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണമെന്നും വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി എൻ്റെ അടുത്ത് പറയണമെന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.